സ്റ്റാർട്ട് ചെയ്യല്ലേ? മുഹമ്മദ് മാസ്റ്റർ എത്തിയോ? രണ്ടാളെന്നെ ഉള്ളൂ അല്ലേ? ഇത് ഫുൾ സ്ക്രീൻ ആവുന്നുണ്ടോ ശ്രദ്ധിക്കാൻ? ശ്രദ്ധിക്ക. കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഫുൾ സ്ക്രീൻ ആക്കുക?
അസ്സലാമലൈക്കും. ഇസ്ലാം ഭക്ഷണം തുടങ്ങിയ അങ്ങ് 9 പറഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കും. ഇല്ല നിങ്ങളെ കാത്തിക്കേനു. ഞാൻ JDT ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. അതെ ഫ്രഷ് ആയിട്ട് വേഗം ഓടി. തുടങ്ങല്ലേ? ഓക്കെ. അപ്പൊ ഇതില് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇനി ആരെയും വരാണ്ടോ? അല്ല, ഓക്കെ. നമ്മള് കഴിഞ്ഞ റെക്കോർഡ് ചെയ്യണേ. ഇനി മുതല് റെക്കോർഡ് ചെയ്താൽ മതി. ഇപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതുവരെയുള്ളൊക്കെ ഒഴിവാക്കിയിട്ട് ആദ്യം മുതൽ റെക്കോർഡ് ചെയ്യാം. ശരി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ. ഫാമിലി പത്തോളജി സ്കെയിൽ. ഇതില് നമ്മള് മെയിൻ ആയിട്ട് ഫാമിലി പത്തോളജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ആളുകളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മാലഡാപ്റ്റീവ് ബിഹേവിയർ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മാലഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? പത്തോളജിക്കൽ ബിഹേവിയറാണ് മാലഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയാം. പത്തോളജിക്കൽ ബിഹേവിയർ പറഞ്ഞാൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ബിഹേവിയേഴ്സിനാണ് മാലഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ആളുകളുടെ ബിഹേവിയറുള്ള ഏറ്റക്കുറച്ചിലാണിത്. ഇപ്പോ ഉദാഹരണമായിട്ട് പറയാം. ഇപ്പൊ നമ്മള് വീട്ടില് എന്തുണ്ടാവും, നമുക്ക് നമ്മളെ മക്കളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ശരിയല്ലേ? നിങ്ങൾ മൈക്കൊക്കെ ഓണാക്കി എന്നാലേ രസമുള്ളൂ. ഓക്കെ. ഇപ്പൊ നമ്മളെ മക്കളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഓവർ എക്സ്പെക്ടേഷൻ, തീരെ എക്സ്പെക്ടേഷൻ ഇല്ലായ്മ, ഇതൊക്കെ എന്താണ്? ഈ മാലഡാപ്റ്റീവ് ബിഹേവിയർ ആണ്. ആരോ ഒരാൾ കൂടെ വന്നു. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ഈ മാലഡാപ്റ്റീവ് ബിഹേവിയർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. ഓവർ എക്സ്പെക്ടേഷനും തീരെ എക്സ്പെക്ടേഷൻ ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടോ ബിഹേവിയർ വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. പക്ഷെ ഓവർ ആയിട്ടുള്ള ബിഹേവിയർ വരിക അല്ലെങ്കിൽ തീരെ ബിഹേവിയർ കുറയാം. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞത് ഓവർ എക്സ്പെക്ടേഷൻ, മോർ എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ തീരെ എക്സ്പെക്ടേഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള അഫെക്ഷൻ, തീരെ അഫെക്ഷൻ ഇല്ലായ്മ, ഇതൊക്കെ മാലഡാപ്റ്റീവ് ബിഹേവിയർ ആണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. ഈ ടെസ്റ്റ് ഇന്ത്യൻ കണ്ടസ്റ്റിൽ കൊണ്ടുവന്നത് വിമല വീരരാഘവൻ എന്ന് പറഞ്ഞ ആളാണ്. രണ്ടുപേര് കൂടിയിട്ടാണ് ഈ കൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. വിമല വീരരാഘവനും അർച്ചന ദോഗ്ര, ഈ രണ്ടുപേര് കൂടിയിട്ടാണ് ഈ ഈ ടെസ്റ്റിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. 2000-ലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫാമിലി പാത്തോളജിക്കൽ സ്കെയിൽ എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും അവരുടേതായ സംസ്കാരം ഉണ്ടാവും. ഇന്ത്യൻ കൾച്ചറിന്റെ ബേസിൽ ഇതെന്താണ്, റീഅറേഞ്ച് ചെയ്തതാണ് ഇവര്. ഓക്കെ, ഇതില് ഏകദേശം ഇതിൽ ടോട്ടൽ വരുന്നത് 42 ക്വസ്റ്റ്യൻസ് ആണ്. 42 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 42 ക്വസ്റ്റ്യൻസ് ക്ലയന്റിനോട് അല്ലെങ്കിൽ ചോദ്യകർത്താവ് ആരോടാണോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരോട് ചോദിക്കുന്നു. എന്നിട്ട് ഇതിൽ വരുന്ന ഇവരുടെ ആൻസറിനെ ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ വാല്യൂ നോക്കിയിട്ട് ഫാമിലി പത്തോളജി മനസ്സിലാക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, മൈക്ക് ഓണാക്കി എന്നാലേ ഒരു ഞാൻ കുട്ടികൾ കരയുന്നുണ്ട്, അതാ ഞാൻ ഒച്ച കേൾക്കുന്നു. ഓക്കെ ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ചോദ്യങ്ങള് ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കും. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് ന്യൂമറിക്കൽ വാല്യൂ, അതായത് നമ്പേഴ്സ് കൊടുക്കും. എന്നിട്ട് ഈ നമ്പർ ടോട്ടൽ ചെയ്തിട്ട് എത്രയാണോ ആ വാല്യൂവിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പത്തോളജി കണ്ടെത്തും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ? അതെ. ഇപ്പൊ ഇതാണ് നമ്മളെ ഫാമിലി പത്തോളജി സ്കെയില്. 40 വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ പാത്തോളജി കണ്ടെത്തും എന്ന് പറഞ്ഞാല് എന്ത് വാല്യൂവില് അവർക്ക് ഒരു കണക്കിട്ട് ഇത്ര വാല്യൂവിന്റെ താഴെയായാൽ പാത്തോളജിയാണ് അല്ലെങ്കിൽ കൂടുതലായാൽ പാത്തോളജിയാണ്. അപ്പൊ അതിൽ ഇതുണ്ടാവില്ല ഒരു പോയിന്റ്. ആ പോയിന്റ് ആണ് ഇത്. ഇവിടെ
നമ്മൾ ആദ്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞു. നോ പ്രോബ്ലം. ഇവിടെ ഇതാണ് ഓക്കെ, ഇത് ഡിസോർഡർ ആയി ആദ്യം മുതൽ പറഞ്ഞു. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇതാണ് നമ്മളെ സ്കെയില്. ഓക്കെ, സ്കെയിലില് 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതില് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാണത് മോസ്റ്റ് ഓഫൺ, ഒക്കേഷണലി, നെവർ. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് നമ്മൾ ക്ലയന്റിന്റെ മുന്നിൽ വെക്കുക. ഒന്നുകിൽ നമ്മൾ വായിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരോട് വായിച്ചിട്ട് ടിക്ക് ചെയ്യാൻ പറയുകയും ചെയ്യാം. ഇപ്പൊ മലയാളം ഈ ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് ഇത് വായിച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് ഇത് ടിക്ക് ചെയ്യാൻ പറയും. മോസ്റ്റ് ഓഫൺ ആണെങ്കിൽ ഇപ്പൊ ഇതിങ്ങനെ ടിക്ക് ചെയ്യാം, ഇങ്ങനെ ടിക്ക് ചെയ്യും. ഓക്കെ, കണ്ടോ? ഇതേപോലെ വാല്യൂസിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യും ക്ലൈന്റ്. ഇപ്പൊ നമ്മൾ മോസ്റ്റ് ഓഫൺ എന്നാണ് ഒരാൾ ടിക്ക് ചെയ്തതെങ്കിൽ അതിന് നമ്മൾ 3 എന്ന് വാല്യൂ കൊടുക്കും, 3 പോയിന്റ് കൊടുക്കും. ഓക്കെ, ഒക്കേഷണലി ആണെങ്കിൽ 2 പോയിന്റ് കൊടുക്കും, നെവർ ആണെങ്കിൽ 1 പോയിന്റ് കൊടുക്കും. മനസ്സിലായോ? ഓരോന്നിലും പറഞ്ഞോളൂ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന് മോസ്റ്റ് ഓഫൺ ആണല്ലോ, അപ്പൊ ഇതിന് 3 വാല്യൂ കൊടുത്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഒക്കേഷണലി ആണല്ലോ ടിക്ക് ഇട്ടിട്ടുള്ളത്, അപ്പൊ അതിന് 2 മാർക്ക് കൊടുത്തു. മൂന്നാമത്തേന് മോസ്റ്റ് ഓഫൺ ആണ്, അപ്പൊ 3 മാർക്ക് കൊടുത്തു. അങ്ങനെ ഇത് മൊത്തം 42 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ 42 ക്വസ്റ്റ്യൻസിന്റെ വാല്യൂ മൊത്തം ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഈ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ പറഞ്ഞതാ വാല്യൂസ് കൊടുക്കുന്നത് പറഞ്ഞു. മോസ്റ്റ് ഓഫൺ ആണെങ്കിൽ 3 പോയിന്റ്സ് കൊടുക്കുന്നു, ഒക്കേഷണലി ആണെങ്കിൽ 2 പോയിന്റ്സ് കൊടുക്കുന്നു, പിന്നെ നെവർ ആണെങ്കിൽ 1 പോയിന്റ് കൊടുക്കുന്നു. ഇതുവരെ മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ ബാക്കി പറയാം. ഇതില് പ്രധാനമായിട്ടും ഇതിൽ ചോദിച്ചതൊക്കെ 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 42 ക്വസ്റ്റ്യൻസും പാത്തോളജിക്കൽ ബിഹേവിയർ ആണ്. ഓക്കെ, നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻസും വായിക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും പാത്തോളജിക്കൽ ബിഹേവിയർ ആണ് പറയുന്നത്. ഇത് ശരിക്ക് 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇത് പിന്നീട് സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ ചുരുക്കി 42 ആക്കിയതാണ്. അത് അന്ന് സാറ് പറഞ്ഞല്ലോ, 50 സോഷ്യോളജിസ്റ്റ് കൂടി ചേർന്നിട്ട് ഇത് ഇവര് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ 42 ക്വസ്റ്റ്യനിലേക്ക് കൺവേർട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. ഇതില് പ്രധാനമായും 5 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ ഇംപ്രോപ്പർട്ടി ഓഫ് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, അത് സെയിം തന്നെയാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്പോസസ്. സ്പോസസ് പറഞ്ഞാൽ എന്താണ്? സ്പോസസ് പറഞ്ഞാൽ പങ്കാളി. പങ്കാളി, ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. പിന്നെ ചൈൽഡ് ആൻഡ് പാരന്റ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്പോസസും ഫാമിലി റിലേറ്റഡ്നെസ്സും, ഫാമിലിയുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഇതിൽ നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസ് 3, 4 പറയോ? 3, 4, 5. 3, 4, 5. ഒന്ന് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്പോസസ്, അതായത് പങ്കാളികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പങ്കാളിയുമായി നല്ല റിലേഷനിലാണോ, അങ്ങനെ അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ഇത് നമ്മള് ഫൈസൽ സാർ പറഞ്ഞതാണ്, ഈ 5 ആയിട്ട് ഫൈസൽ സാർ വേർതിരിച്ച് തന്നതാണ്. ഈ 5 പോയിന്റിലാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞിട്ട്. അതെ, 42 ചോദ്യങ്ങളെ നമുക്ക് 5 കാറ്റഗറി ആയി തിരിക്കാം. 5 കാറ്റഗറി ആയി തീർക്കാം. ഒന്ന് മക്കളും തന്റെയും തള്ളിയും മക്കളും ഉള്ള ബന്ധം, അതിലെ റിലേഷൻസ്, പിന്നെ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം, പിന്നെ കുട്ടികളും എന്നുള്ളത്, പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലുള്ള ബന്ധം. ഇങ്ങനെ നമുക്ക് 5 കാറ്റഗറി ആയി തിരിക്കാം. അതാണ് തിരിക്കാം. യെസ്, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇതിന് വേണ്ടി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒന്നാണ് ഫാമിലി പത്തോളജിക്കൽ സ്കെയിൽ. അത് നമ്മളെ കയ്യിലുണ്ടല്ലോ, ഇതാണ് സാധനം. 42 ക്വസ്റ്റ്യൻ ഉള്ള ഒന്ന്. പിന്നെ മാനുവൽ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വരുന്ന മാനുവലാണ്. അതിൽ തന്നെയാണ് ഈ പത്തോളജിക്കൽ സ്കെയിൽ ഒക്കെ വരിക. അതിൽ ഇതൊക്കെ വരും. ഇത് എവിടെ ഈ ഇതിന്റെ സ്കോറും, ഓരോ സ്കോറും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ അതിൽ വരും. പിന്നെ അടുത്തത്, പിന്നെ പെന്ന്, പെൻസില്, റബ്ബർ, പിന്നെ സ്കോർ കീ,
പ്ലസന്റ് എൻവയോൺമെന്റ്, ഇതൊക്കെ ഇതിൽ വരും. ഇത് കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ. ആ ഇനി ഇതില് ഇപ്പോ 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക്, ഏറ്റവും കൂടുതൽ വാല്യൂ എത്ര വരിക? മാക്സിമം പോയ ഒരാൾക്ക് എത്ര വാല്യൂ കിട്ടുക? 42 × 3 വരും. ആ എത്രയാ? എത്രയായിരിക്കും? 126. ഏറ്റവും കുറഞ്ഞത് എത്ര കാരം വരിക? 42. യെസ്. അപ്പൊ ഇതിനെ നമുക്ക് 3 സ്കെയിലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ലോ പാത്തോളജി, ലോ, ആവറേജ്, ഹൈ, ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 42ന്റെയും 63ന്റെയും ഇടയിലാണെങ്കിൽ ലോ അല്ലെങ്കിൽ നോ ഫാമിലി പാത്തോളജി ആയിട്ട് നമുക്ക് കണക്കാക്കാം. 64ന്റെയും 93ന്റെയും ഇടയിലാണെങ്കിൽ എന്താണ്, ആവറേജ് അല്ലെങ്കിൽ മോഡറേറ്റ് ഫാമിലി പാത്തോളജി ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ 94ന്റെയും 126ന്റെയും ഇടയിലാണ് വരുന്നത് വെച്ചാല് ഹൈ ഫാമിലി പാത്തോളജി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തില്ലേ ഒരു PDF? മുമ്പത്തെ കുറച്ച് കുട്ടികളെ നോട്ട്സ് നമ്മൾ കോപ്പി അടിക്കാൻ വേണ്ടി യൂസ് ചെയ്തില്ലേനോ? അനീഫ്ക ഷെയർ ചെയ്തിരുന്നു. ആ അതിലെ വാല്യൂ ഈ വാല്യൂ തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ അതില് ഈ 42 × 64 65 ഒക്കെയാണ് ഉള്ളത്. പിന്നെ 65 × 98 96 ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ബേസിൽ ഞാൻ സാറെ കാണിച്ചപ്പോ സാറ് എന്റെ ഇതില് മിസ്റ്റേക്ക് തെറ്റ് കാണിച്ചു. ഓർമ്മ ഉണ്ടോ? അന്ന് സാറ് കറക്റ്റ് ചെയ്ത് ഓർമ്മയില്ലേ അനീഫ്ക? യെസ്. ആ അത് ഈ വാല്യൂ അല്ലായിരുന്നു, അതിലുള്ള വാല്യൂ ഞാൻ കോപ്പി അടിച്ചായിരുന്നു. അപ്പോ എനിക്ക് അന്നേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെ എവിടെ ഈ പാളിയത്. അപ്പോ ഇതാണ് ഈ രണ്ടാമത്തെ വാല്യൂല് 64ന്റെയും 93ന്റെയും ഇടയിൽ വന്നാലാണ് ആവറേജ് വരുന്നത്. അതിന് 94ആണ് എന്റെ വാല്യൂ വന്നിരുന്നത് ഞാൻ ചെയ്തതിലേ. അപ്പൊ 94 നമ്മൾ ആ PDF-ല് 94 ആവറേജ് ആണ്. പക്ഷെ ഫൈസൽ സാർ തന്ന നോട്ട്സിൽ അതിന്റെ ഡാറ്റയില് 93 വരെ ഉള്ളൂ. അപ്പൊ ഓക്കെ, ഫൈസൽ സാറെ കണക്കാണ് കേട്ടോ. ബാക്കിയുള്ളൊക്കെ സ്കിപ്പ് ചെയ്തു. മൂപ്പര് തന്നെയാണല്ലോ ഒഴിവ് എടുക്കണം. അപ്പൊ പിന്നെ നമ്മൾ വെറുതെ കൺഫ്യൂഷൻ എടുക്കണ്ട, മൂപ്പര് പറഞ്ഞതാണ്. ഓക്കെ, ഇടയ്ക്ക് സംശയം ചോദിച്ചോട്ടെ. നമ്മളെ പിന്നെ ഈ 42 63 നോ ഫാമിലി പാത്തോളജി എന്ന് പറഞ്ഞാല് നോ മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതായത് വീട്ടില് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ലോ എന്നും നോ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചുണ്ട് അല്ലെങ്കിൽ തീരെ ഇല്ല, അങ്ങനെ രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. ഇപ്പൊ 62 അങ്ങനത്തെ പിന്നെ കുഞ്ഞിക്ക ചാക്കോനോടും ഈ രണ്ടും നിങ്ങളെ റഫർ കോഡിൽ മാറ്റണം കേട്ടോ. ഫോട്ടോ എടുത്തോളിയേ. ഇത് ഞാൻ PDF വിട്ടുതരാം. അങ്ങനെ ഫെയറിലേക്ക് മാറ്റുമ്പോഴേ ഈ സംഖ്യ മാറ്റാം. നിങ്ങളെ റഫർ കോഡിൽ ഇങ്ങനെ ഉണ്ടാവാം. അതെ കുഞ്ഞിക്ക ഞാൻ അയച്ചു തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ, അടുത്ത് ഇവിടെ കണ്ണൂർ നടത്തി ഞാൻ എന്താ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതില് 63 62 61 ഒക്കെ കിട്ടുകയാണെങ്കിൽ ലോ ഫാമിലി പാത്തോളജി ആണ്. അതാണ് ഇങ്ങനെ പറഞ്ഞത്, ലോ അല്ലെങ്കിൽ നോ. പിന്നെ 64 93 ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഒരു മിസ്റ്റർ എക്സ്, മൂപ്പർക്ക് 35 വയസ്സായി, ഫീമെയിൽ ആണ്, മിസ്സിസ് എക്സ് ആണ്. 70 കിട്ടിയത്. 70 വാല്യൂ കിട്ടുമ്പോൾ ആവറേജ് ആണ് ഇതിൽ വരുന്നത്, ആവറേജ് ഫാമിലി പാത്തോളജി. ഇനി നമുക്ക് ഒരു ടെസ്റ്റ് നടത്തിയാലോ? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, ആരാ ആൻസർ പറയാം? ഞാൻ പറയാം. സമ്മാനം തരണം. അതുണ്ടാവും. എനിക്ക് എവിടെ കൊണ്ടുവച്ചു മക്കളെ? ഫെയറക്കോഡിലേക്ക് മാറ്റിയിരിക്കണ്ടേ? ചാക്കോൻ സൗണ്ട് കേൾക്കട്ടില്ലോ. ചാക്കോ സാർ എങ്കേ കിട്ടി. അപ്പൊ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ആരാ വായിക്കാം? നിങ്ങളല്ല, ഡിവൈഡ് ചെയ്ത് വായിക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ വായിക്കാം. ഐ ആസ്ക് ദ ചൈൽഡ് ടു കം.
The moment he comes, I send him back. I can never say what I want to communicate. അതായത് നമ്മളെ മക്കളെ വിളിക്കും, എന്നിട്ട് മക്കൾ നമ്മളെ അടുത്ത് വരുന്ന സമയത്ത് നമ്മളൊന്നും പറയാതെ തിരിച്ചയക്കും. യെസ്, അതില് എന്താ നമ്മൾ പറയാ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇത് മോസ്റ്റ് ഓഫൺ ആണോ, ഒക്കേഷണലി ആണോ, നെവർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഒന്നുകൂടി വായിക്കോ. ഐ ആസ്ക് ദ ചൈൽഡ് ടു കം. ഞാന് നമ്മളെ മകനോട് അല്ലെങ്കിൽ മകളോട് വരാൻ പറഞ്ഞു. ദ മോമെന്റ് ഹി കംസ് ഐ സെൻഡ് ഹിം ബാക്ക്. ആ സമയത്ത് മൂപ്പര് ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ അവനെ തിരിച്ചയക്കും. ഐ ക്യാൻ നെവർ സേ വാട്ട് ഐ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് ഒരിക്കലും പറയില്ല. ഇത്രേ ഉള്ളൂ. നമ്മള് ചില സമയത്ത് ഞാൻ എന്റെ മകനെ വിളിക്കും, വന്നു കഴിഞ്ഞാൽ ഞാൻ അവനൊന്നും പറയാതെ അവനോട് തിരിച്ചു പോകാൻ പറയും. അങ്ങനെ അത് നെവറാണ്. അങ്ങനെ അല്ല, എന്റെ നെവറാണ്. നിങ്ങൾ തന്നെ പറയണ്ടേ? നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ കാലം? അപ്പൊ നെവർ ആണെങ്കിൽ നെവറിൽ ടിക്ക് ചെയ്തു. നെവറിൽ ടിക്ക് ചെയ്യുമ്പോ ഒരു മിനിറ്റ് അതൊന്ന് വായിക്കട്ടെ. ഇത് മുഹമ്മദ് മാഷക്ക് ഫുള്ള് നെവർ പറയും, കാരണം ഇവർക്ക് അറിയാം 42 കിട്ടിയാലേ ടോപ്പ് ആകുള്ളൂ. അത് വേണ്ട. അല്ല, അതുകൊണ്ടാണ് ഒരു മാർക്ക് ഫാമിലി പാത്തോളജി ഉണ്ടാവും, പഠിക്കണ്ട. അപ്പൊ നെവർ ആവുമ്പോ എത്ര നമ്മള് വാല്യൂ? ഒരു മാർക്ക് ഓൺലി വൺ. ഒരു മാർക്ക് കൊടുത്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐ ആം ആൾ ദ ടൈം ഓൺ ഗാർഡ് ലെസ്റ്റ് വാട്ട് ഐ സേ മേ മേക്ക് ദ other person hate me. അതായത് എന്താ മീനിങ്? ഹനീഫ്ക്ക് ഒന്ന് പറയണേ. ഐ ആം ആൾ ദ ടൈം ഓൺ ഗാർഡ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാല് മറ്റുള്ള ആൾക്കാർക്ക് വേദനയാകോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഐ ആം ഓൾ ദ ടൈം ഓൺ ഗാർഡ്. വളരെ ശ്രദ്ധയോടെ. ലെസ്റ്റ് എന്ന പേടിച്ചത് കാരണം എന്ത് പേടിക്കുന്നു? വാട്ട് ഐ സേ, ഞാൻ വല്ലതും പറഞ്ഞാൽ മേക്ക് ദ പേഴ്സൺ ഹർട്ട് മീ, അല്ലേ? അവൾ വേദനയാകുമെന്ന് കരുതിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടേ പറയുള്ളൂ, ശ്രദ്ധിച്ചിട്ടേ ഇടപെടുള്ളൂ. അങ്ങനത്തെ ഒരാളാണോ അല്ലേ? ഇല്ല, അത് ഒക്കേഷണലി അങ്ങനെ എനിക്ക് ഇപ്പൊ പറ്റാറില്ല. ഇല്ല, എന്റെ ഒരു നാച്ചുറൽ വെച്ചിട്ട് അങ്ങനെയാണ്. അപ്പൊ 2 മാർക്ക്. അപ്പൊ നമ്മള് 2 മാർക്ക് കൊടുത്തു. ഇനി അടുത്തത് ഐ ആം ആൾവേസ് വറീഡ് അബൌട്ട് വാട്ട് other ഫാമിലി മെമ്പേഴ്സ് തിങ്ക് അബൌട്ട് മീ ആൻഡ് മൈ ബിഹേവിയർ. അതായത് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എന്നെ കുറിച്ചും എന്റെ ബിഹേവിയറിനെ കുറിച്ചും എന്താണ് ചിന്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഞാൻ എപ്പോഴും വറീഡ് ആയിരിക്കും. പറഞ്ഞോളൂ. അത് മോസ്റ്റ് ഓക്കെ. അത് നെവറാണ്. അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പൊ നെവർ ആവുമ്പോ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് ഓൺലി. 1 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ആരാ വായിക്കണേ? I always fear that my children may leave me. എപ്പോഴും ഞാൻ എന്ത് ചെയ്യും? എന്റെ മക്കൾ എന്നെ വിട്ടു പോകുന്നുള്ള ഒരു ഭയം എനിക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ, എന്താ ചെയ്യാ? സമയമായിട്ടില്ല. 18 ആവണം. അതെ. ഇത് കറക്റ്റ് ആൻസർ വസീമിനെ കൊടുക്കണ്ടേന്ന് മാറിപ്പോയാള്. മക്കളും പ്രാരാബ്ദമൊക്കെ ഉള്ളവർക്കേ നടക്കുള്ളൂ. ആൻസർ പറയും. നെവർ ആണോ അതോ ഒക്കേഷണലി ആണോ? ഇത് നെവർ തന്നെ. അങ്ങനെ ഒരു ഫിയർ ഇല്ലപ്പാ. ഇല്ല, നെവർ. അപ്പൊ നമ്മൾ 1 മാർക്ക് കൊടുത്തു. ഓക്കെ. ക്വസ്റ്റ്യൻ 5 വായിച്ചോളി. ആരാ വായിക്കാം? Quarrels are invariably among the members not following certain rules and regulations. അതായത് എന്റെ വീട്ടില് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനല്ലേ ഉദ്ദേശിക്കുന്നത് ഹനീഫ? കേക്കുണ്ടോ? പോയോ? അതെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്റെ വീട്ടില് സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും. അത് പിന്നെ മോസ്റ്റ് ഓഫൺ ഉണ്ടാവും അല്ലേ? ചെറിയൊരു പത്തോളജി ഉണ്ട്.
ഉറപ്പല്ലേ? നാർസിസിസ്റ്റ് ആണോ? അപ്പൊ നമ്മൾ എത്ര സ്കോർ കൊടുക്കും? പോയിന്റ് എത്ര? 3 കൊടുക്കാലോ. 3 കൊടുക്കാം. യെസ്. അടുത്ത്, ഐ സ്പെൻഡ് ഹവർ ടുഗദർ ഓൺ പ്രേയേഴ്സ് ആൻഡ് ഇൻസിസ്റ്റ് ദാറ്റ് other should also do the same. ഞാൻ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാറുണ്ട്, മറ്റുള്ള എന്റെ ഫാമിലി മെമ്പേഴ്സും ഇതുപോലെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറോ നിർബന്ധിക്കല്ലേ? ആ യെസ്. എന്താണ് പറയും? മറ്റുള്ള ആഗ്രഹിക്കാറുണ്ട് അല്ലേ? അത് പിന്നെ അങ്ങനെ ആഗ്രഹിക്കാറ് ഒക്കേഷണലി ആണ്. ഒക്കേഷണലി. അപ്പൊ നമ്മൾ ഒക്കേഷണലി ടിക്ക് ചെയ്തു. അപ്പൊ എത്ര മാർക്ക്? 2 മാർക്ക്. 2 മാർക്ക് കൊടുത്തു. ഇനി അടുത്ത്, ഐ ഹാവ് ടു സ്പെൻഡ് ഹവർ ടുഗദർ ഇൻ വിപ്പിംഗ്, ക്ലീനിങ് ആൻഡ് ഡസ്റ്റിംഗ്. അതായത് ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി മണിക്കൂറുകളോളം ചെലവഴിക്കാറുണ്ട്. അങ്ങനെ തന്നെ അല്ലേ? വിപ്പിംഗ് കാരണം എന്താ? വൈപ്പിംഗ് ആണ്. വൈപ്പർ. അതെ അതെ. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ഡസ്റ്റിംഗ്. പൊടി തട്ടാവും അല്ലെ? ഡസ്റ്റിംഗ്. അതെ അതെ അതെ, ഡസ്റ്റിംഗ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ടെന്നല്ലേ? ഒരുപാട് സമയം എന്നല്ല ഉദ്ദേശിക്കുന്നേ? മണിക്കൂറുകളോളം. ഇല്ല ഇല്ല ഇല്ല. അതായത് നെവർ ആണ്. നെവർ ആവുമ്പോ എത്ര വാല്യൂ കൊടുക്കുക? ഒരു ഒറ്റൊന്നേ ഉള്ളൂ. OCD-കാരൻ വരുന്നുണ്ടോ? ഓക്കെ, അടുത്തത്. അടുത്ത വായിച്ചോളി. അടുത്ത വായിക്കാം. അടുത്ത ഉറങ്ങുന്ന വസീം വായിക്കുക. I have to wash everything because I feel my family members have defiled the things since they did not wash themselves. അതായത് അവര് കൈ കഴിഞ്ഞാൽ വൃത്തിയാവില്ല എന്നുള്ള തോന്നൽ കൊണ്ട് ഞാൻ വീണ്ടും എടുത്തിട്ട് ക്ലീൻ ചെയ്യും. സുഖടില്ല OCD ഇല്ല. നെവർ ആവുമ്പോ നമ്മള് 1 മാർക്ക് കൊടുക്കും. ഓക്കെ, 1 മാർക്ക്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ വേറെ ചാക്കോച്ചല്ലേ? മൂപ്പരെന്തേ? ചാക്കോ സാർ ഓട്ടം കഴിഞ്ഞിട്ട് വന്നതാണ്. മുഹമ്മദ് ഭാഷ എല്ലാം ഒന്നിന് കണക്കായിട്ടാ പറയുന്നത് കേട്ടോ. ഇടയ്ക്ക് ഒരു 3 മാറ്റി പിടിച്ചു. അല്ല, ഈ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലെ ഒരാളെയും ഒരു സബ്ജക്റ്റിന് കൊണ്ടുവരാൻ പറ്റില്ല, പണി കിട്ടും. അതെ അതെ അതെ, ഒന്നും തിരിയാത്ത പൊട്ടനെ കൊണ്ടുവരണമെന്നാ പറഞ്ഞേ. അതെ അതെ, അത് നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ചായ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടേ അവിടുന്ന് ആരെയും ഒപ്പിക്കാം. ഓക്കെ, 9ാമത്തെ ഞാൻ വായിക്കാം. I sometimes feel that I spend all my time on all these activities and have no time to rest. ഞാൻ ഈ ക്ലീനിങ്ങിനും ഇതിനൊക്കെ ആയിട്ട് കുറെ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് റെസ്റ്റേ കിട്ടുന്നില്ല. അതില്ല, നെവർ. അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മൾ അതെന്താ കണ്ടിന്യൂസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? 3 ചോദ്യം വന്നു. 3 ചോദ്യം വന്നു. അത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടാവും, എനിക്കറിയില്ല. ഇതിന് മാർക്ക് എത്ര കൊടുക്കണ്ടേ? 1 കൊടുത്താൽ മതി. 1. യെസ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കാം? ചാക്കോ സാർ I keep testing every now and then whether the children love me or not. എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്നോ ഇല്ലെന്നല്ലേ തുടർച്ചയായി ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. മക്കള് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. മറുപടി പറയൂ. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അത് മോസ്റ്റ് ഓപ്പണോ? മോസ്റ്റ് ഓപ്പൺ. ഓക്കെ, അതുണ്ട്. അപ്പൊ നമ്മള് നോക്കലുണ്ട്. ശരിയാണ്. അപ്പൊ നമ്മൾ എത്ര പോയിന്റ്സ് കൊടുക്കും? 2 കൊടുക്കാം. 2 അല്ല, മോസ്റ്റ് ഓപ്പൺ അല്ലേ? മോസ്റ്റ് ഓപ്പണിന് 3 വരുന്നേ. 3 2 1. അപ്പൊ മോസ്റ്റ് ഓപ്പൺ 3 കൊടുക്കാം. I always want the children to come to me and demonstrate their affection. അവരുടെ അഫെക്ഷൻ നമ്മുടെ അടുത്ത് വന്നിട്ട് കാണിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അടുത്ത്. ഇല്ല, അങ്ങനെയില്ല. നെവറിന് അപ്പൊ നമ്മള് 1 മാർക്ക്. 1 മാർക്ക്. 12. അതൊന്നും മനസ്സിലായില്ലല്ലോ. എന്തായത് പറഞ്ഞേ? മനസ്സിലായില്ലല്ലോ. നമ്മളെ കുട്ടികളുടെ അഫെക്ഷനെ അവര് നമ്മുടെ അടുത്ത് വന്ന് കാണിക്കണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യും. അതായത് നമ്മൾ ആഗ്രഹിക്കും. നമ്മളെ മക്കള് നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, നമ്മളോട് ഭയങ്കര അഫെക്ഷൻ ഉണ്ടാവും നമ്മളോട്.
ഈ അഫെക്ഷൻ ഉള്ളത് നമ്മളെ മുന്നിൽ കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എക്സ്പ്രസ് ചെയ്യണം, അത് എക്സ്പ്രസ് ചെയ്യണം. എക്സ്പോസ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഞാൻ അടുത്തത് അതിപ്പോ 12ാമത്തെ വായിക്കാം. ഐ ഗെറ്റ് പാനിക്കി വെൻ ദേ ചിൽഡ്രൻ ഷോ മോർ അഫെക്ഷൻ ടുവാർഡ്സ് ആൻ ഔട്ട്സൈഡർ ലെസ്റ്റ് ദേ ഗെറ്റ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദം, അല്ലേ? അതായത് എന്താണ് അനീഫ്ക മീനിങ് എന്താ? മക്കള് മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുമ്പോ എന്നേക്കാൾ സ്നേഹം അവരോടാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു ടെൻഷൻ. അതെ അതെ. നെവർ 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 നെവർ. അപ്പൊ 12ന് എത്ര മാർക്ക് കൊടുക്കും? 1. അടുത്ത 13. ഐ ഗെറ്റ് ആംഗ്രി വെൻ ദ ചിൽഡ്രൻ സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ സ്പൗസ് ദാൻ മീ. അതായത് നമ്മളെ കൂടെ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മളെ മക്കള് നമ്മളെ പങ്കാളിയുടെ കൂടെ ചെലവഴിക്കുന്ന സമയത്ത് ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. അങ്ങനെയില്ല. അപ്പൊ 1 മാർക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ലൈക്ക് ടു സീ മൈ ചിൽഡ്രൻ ഓൾവേസ് അറൌണ്ട് മീ. എപ്പോഴും നമ്മൾക്ക് ചുറ്റും നമ്മളെ മക്കൾ ഉണ്ടാവണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇടക്കിടക്ക് ആഗ്രഹിക്കാറുണ്ട്. ഇടക്കിടക്ക് പറഞ്ഞാല് മോസ്റ്റ് ഓഫൺ ആണോ ഒക്കേഷണലി ആണോ? ഒക്കേഷണലി. അപ്പൊ നമ്മൾ എത്ര വാല്യൂ കൊടുക്കും? 2. 2. യെസ്. 15. ഐ നെവർ സെൻഡ് ദം ടു ദ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ് ഹൗസ് ഈവൻ ഫോർ എ ഫ്യൂ ഹവേഴ്സ്. ഒരു ചെറിയ 1-2 മണിക്കൂറിന് പോലും നമ്മളെ മക്കളെ നമ്മളെ റിലേറ്റീവ്സിന്റെയോ ഫ്രണ്ട്സിന്റെയോ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, നെവർ. അങ്ങനെ പ്രശ്നമില്ല. അയക്കാറുണ്ട്. ഓക്കെ. അപ്പൊ 1 മാർക്ക്. എന്താണ്? ചൈൽഡ് എക്സ്പ്രസസ് എ വിഷ് ടു ഗോ അവേ ഫ്രം ഹോം. അങ്ങനെ ഒരു ഫീല് നെർവസ് ആവോ? ഇല്ല, ഫീലില്ല, പ്രശ്നമില്ല. ഇല്ല. അപ്പൊ നെവർ ആണല്ലേ? നെവർ. 1. 17. ഐ കീപ് ടെല്ലിംഗ് മൈ ചൈൽഡ് he should do things as I say. ഞാൻ പറയുന്ന പോലെ തന്നെ മക്കള് പിന്നെ പറയണമെന്ന് ചെയ്യണം. എന്താണ്? ഇല്ല, അങ്ങനെയില്ല. അപ്പൊ നമുക്ക് നെവർ കൊടുക്കാം. ഞാൻ പറയുന്ന പോലെ കേൾക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്ക് അവരുടേതായ കുറച്ച് ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളൊക്കെ ഉണ്ടാവൂലേ? അവർക്ക് ശരിയാണെന്ന് തോന്നുന്നത് പറഞ്ഞില്ലേന്നു. അപ്പൊ എന്താ കേക്കാൻ ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ചെറുതായിട്ടുണ്ടാവും, പക്ഷെ ഒരു ഇല്ല, പുറത്തു പറയില്ല. ഓക്കെ. 18. I keep rewarding my child collectively, but still I find she is not attached to me. I keep rewarding my child for everything, but still I find she is not attached to me. ഞാൻ എപ്പോഴും മക്കൾക്ക് റിവാർഡ് അങ്ങനെ ഓരോന്നും വാങ്ങിക്കൊടുക്കാം. എന്നാലും എന്നായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. ഫൈൻഡ്. പക്ഷെ ഇതിൽ ഞാൻ റിവാർഡ് കൊടുക്കാറുണ്ട്, എനിക്ക് അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അത് പണി, കാര്യമായ പണിയാ തന്നെ. 4 മക്കൾക്ക് മാറി മാറി കൊടുക്കും, ചെറിയ ചെറിയ സമ്മാനവും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇതിന് ഈ സെക്കൻഡിലില്ല. സെക്കൻഡ് പറഞ്ഞതിൽ പ്രശ്നമില്ല. അങ്ങനെ ഓക്കെ. അപ്പൊ 1 മാർക്ക് കൊടുക്കാം. നമ്മളെ പ്രോജക്റ്റില്ലേ MAPCന്റെ, അത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? MAPCയുടെ പ്രൊജക്ട് ഇവിടെ ആരാ പ്രൊജക്ട് എടുത്തത്? നിങ്ങൾ പ്രൊജക്റ്റാ? എല്ലാരും അതിൽ കൂടുതൽ ആരില്ല തോന്നുന്നുണ്ട്. ഇല്ല. ക്വാണ്ടിറ്റേറ്റീവ് ആവും, ക്വാളിറ്റേറ്റീവ് ആ റിസ്ക് അല്ലേ? അല്ലെങ്കിൽ പിന്നെ മിക്സഡ് മെത്തേഡ് ആവും. എനിക്കറിയില്ല. അത് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിനനുസരിച്ചല്ലേ ഉണ്ടാവുക. അല്ല, ഇപ്പൊ നമ്മളെ കോളേജിലൊക്കെ കുട്ടികള് ഒരു പ്രൊജക്ടിന്റെ ഒരു പേപ്പർ ഉണ്ട്. അപ്പൊ നമ്മളെ മക്കൾ പോലും നമ്മൾ പറയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും മിക്സ് ചെയ്തെടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് PG ആയതുകൊണ്ട് മിക്സ്ഡ് ആയിക്കാരം നമുക്ക് 2 എടുക്കാൻ പറ്റുണ്ടാവും.
ഓക്കെ ഓക്കെ ശരി. പിന്നെ 2 മെത്തേഡുകളും ഉണ്ടല്ലോ. ആ ഓക്കെ ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലാണ് ഇതൊക്കെ വരിക, നമ്മൾ ഈ ടെസ്റ്റിംഗ് ഒക്കെ. ഓക്കെ. ആ റോഷാക്കൊക്കെ ക്വാളിറ്റേറ്റീവ് ആയിക്കാരം അല്ലേ ഹനീഫ? അവിടെ മൂപ്പര് പോയോ? ഞാൻ ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഏതായാലും പഠിക്കുന്നുണ്ട്. എന്താ എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞ കണ്ടിന്യൂ, ഞാൻ കേട്ടില്ല. കുഴപ്പമില്ല, ആ continue ചെയ്യ്. 9 19 ആരാ പറയാ? പോയോ? എല്ലാരും പോയി. ചാക്കോ സാറോടെ എവിടെ Ah, മൂപ്പര് എവിടെ? ചാക്കോ സാർ over the ഒന്നുകൂടി year, വായിക്കും. ആ okay, okay. Over the years, my rewards technique have become more and more expressive for me. എക്സ്പെൻസീവ് ഫോർ മീ. Yeah, അതായത് expensive more. അതായത് നമ്മളെ മക്കൾക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊടുക്കും. അപ്പൊ ഈ മെത്തേഡ്, ഈ ടെക്നിക്ക് എനിക്ക് ഇങ്ങനെ എന്റെ ചെലവ് കൂടി വരുന്നുണ്ട്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്? അതെ. യെസ്. എന്താണ് പറയാനുള്ളത്? നെവർ അങ്ങനെ പ്രശ്നമില്ല. ഞാൻ കൊടുത്തോണ്ട് എനിക്ക് ബെനിഫിറ്റേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് ചെലവ് ഇങ്ങനെ നിങ്ങൾ ഓരോ അല്ല, പ്രാവശ്യം ചെലവ് കൂടുന്നതായിട്ടുള്ള ഫീലിംഗ് ഉണ്ടോന്നല്ലേ ചോദിക്കുന്നേ? അതെ. നെവർ ഇല്ല. 1. 1 നെവർ. അപ്പൊ ഒരു മാർക്ക് ഇതൊരു ബംഗാളിനെ കൊണ്ട് പരിസ്ഥിതി നോക്കണം, അല്ലാണ്ട് നമ്മൾ നടക്കൂല. ഇനി അടുത്ത്, ഐ ഗെറ്റ് ഹേർട്ട് വെൻ ദ ചൈൽഡ് ഡിസൊബേ മീ. കുട്ടികൾ എന്നെ അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് എന്താണ് പ്രയാസം ഉണ്ടാക്കും. അത് പിന്നെ മോസ്റ്റ് ഓപ്പൺ. മോസ്റ്റ് ഓഫൺ. അപ്പൊ എത്ര മാർക്കാണ്? പോയിന്റ് 3 പോയിന്റ്. 3 പോയിന്റ്. 21. Whenever I get angry or frustrated, I punish the child. എനിക്ക് ഞാൻ ദേഷ്യം വരുന്ന സമയത്ത് മക്കളെ പണിഷ് ചെയ്യാറുണ്ട്. മറുപടി ഒന്നും വന്നില്ല. അതില്ല, അടി കുറവാണ്. ഇല്ല. ഇങ്ങോട്ട് കിട്ടാറുള്ളൂ. അതെ. 1. ഇല്ല, നെവർ അങ്ങനെ ഇല്ല. ഓക്കെ, 22. എവിടെ നമ്മളെ ചാക്കോ സാർ എവിടെ? മൂപ്പര് എന്നാ പറഞ്ഞോളി. I feel so disturbed by the children that I lock them in the room for at least 3 or 4 hours a day. അറ്റ്ലീസ്റ്റ് ഇപ്പൊ കൊറേ കുത്തുകൾ വീണതുകൊണ്ട് ശരിക്കും തിരിയുന്നില്ല. ഇത് സ്ക്രീന് വലിപ്പം കുറവായതുകൊണ്ട്. അതായത് അല്ല, ഫോണിലായിരിക്കും. ഞാൻ ആ പേപ്പർ എടുത്തു വെച്ചു, പക്ഷെ അതിനകത്ത് കുറെ അത് ശരി. ബ്ലാക്ക് ഡോട്ട്സ്. അതായത് മക്കള് ഇങ്ങനെ ശല്യപ്പെടുത്തി കഴിഞ്ഞാല് ഞാൻ 3-4 മണിക്കൂർ വരെ മക്കളെ റൂമിൽ പൂട്ടിയിടാറുണ്ട്. അങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിക്കണത്? 23. അടുത്ത പോട്ടെ. 23 വായിക്കൂ. കുറച്ച് അധികമാണ് ശരിക്കും അല്ലേ? ഇതിൽ കുറക്കണം നമുക്ക്. അനീഷ് സാർ, നമുക്കൊന്ന് കുറച്ചാലോ? ഒരു പുതിയ തിയറി ഉണ്ടാക്കിയാലോ? ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Sometime my anger becomes so extreme that I just don't know what I am doing to the child. Later I regret my action and cry over it. ചില സമയത്ത് ഞാൻ ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ എന്ത് ചെയ്യും, എന്താ ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പിന്നീട് ആ ആക്ഷനെ ഞാൻ എന്ത് ചെയ്യും, റിഗ്രറ്റ് ചെയ്യും. ചിലപ്പോ ഞാൻ കരയാറുമുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? മനസ്സിലായില്ലേ? അങ്ങനെ കരയാറൊന്നുമില്ല, പക്ഷെ ദേഷ്യം പിടിച്ച അവസ്ഥയിൽ റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. അല്ല, ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം അങ്ങനെയില്ല. എക്സ്ട്രീം, സോ എക്സ്ട്രീം എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഇല്ല, സോ എക്സ്ട്രീം ഇല്ല. അപ്പൊ നമ്മള് ഇല്ലാന്നുണ്ട്. നെവർ തന്നെ. 24. I keep apologizing to the child whenever I think he is angry with me. മക്കൾക്ക് എന്നോട് ദേഷ്യം വരുന്ന സമയത്തൊക്കെ ഞാൻ സോറി പറയാറുണ്ട്. അങ്ങനെ തന്നെയല്ലേ അതിന്റെ മീനിങ്? മക്കൾക്ക് എന്നോട് എങ്ങനെയാ? മക്കൾക്ക് എന്നോട് ദേഷ്യം വരുന്ന സമയത്തൊക്കെ ഞാൻ സോറി പറയും. മക്കൾക്ക് whenever I think he is angry with me. when I
ഇവിടെ അല്ലേ ഐ അത് മക്കൾ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ എന്നായിരിക്കുമോ? യെസ്, അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നത്. ഐ കീപ് അപ്പോളജൈസിങ് ടു ദ ചൈൽഡ് വെനെവർ ഐ തിങ്ക് ഹി ഈസ് ആംഗ്രി വിത്ത് മീ. അതായത് മക്കൾക്ക് എന്നോട് ദേഷ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ മക്കളോട് സോറി പറയാറുണ്ട്, അപ്പോളജൈസ് ചെയ്യാറുണ്ട്. അങ്ങനെയില്ല. അങ്ങനെയില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ബംഗാളിനെ ഇറക്കേണ്ടി വരും. വേറെ വഴിയില്ല. സത്യസന്ധമായിട്ട് പറയാൻ കഴിയൂ അല്ലേ? അതെ 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 അതെ. മക്കൾക്ക് പ്രായം കുറവായതുകൊണ്ടാ. നല്ല പ്രായമാകുമ്പോ സോറി പറയും. അതെ അതെ, പ്രായമുള്ള ആളെ പിടിച്ചിരുത്തിയതെല്ലാം 3ലേക്ക് മാറും. നമുക്ക് ഫൈസൽ സാറെ വിളിച്ചിട്ടേ നമുക്ക് മൂപ്പരാക്കാം നമ്മളെ സബ്ജക്റ്റ്. മൂപ്പരെ ആയിക്കോട്ടെ. അടുത്ത വായിക്ക്. I am constantly in tension that my family members may mistake me. ഫാമിലി മെമ്പേഴ്സ് എന്നെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള എന്താണ് ടെൻഷനിലാണ് ഞാൻ എപ്പോഴും. പോയോ? നെവർ വൺ അങ്ങനെയില്ല. നെവർ. I keep trying to please everyone in the family and in the process I find I have no time for myself. മറ്റുള്ളവരെ എന്താണ് അനുനയിപ്പിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്റെ ആവശ്യത്തിന് സമയം കിട്ടാറില്ല. അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ആൾക്കാരെ എല്ലാം എന്താണ് മറ്റുള്ളവരെ കൺസിഡർ ചെയ്തിട്ട് എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് കൊണ്ട് എന്റെ കാര്യത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ എനിക്ക് കഴിയാറില്ല. അങ്ങനെ ഉദ്ദേശിക്കുന്ന അല്ലെ അനീഫ്ക? വസീമേ എവിടെ? യെസ്, മറുപടി പറയൂ. എവിടെ പോയോ? രണ്ട് മാർക്ക്. ഒക്കേഷണലി 2 മാർക്ക്. ഇനി അടുത്തത്. I feel very happy that my family is totally dependent on me. യെസ്, എന്താണ്? അതായത് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. നെവർ അങ്ങനെ സന്തോഷമൊന്നുമില്ല. നെവർ. അപ്പൊ 27 ഒരു പോയിന്റ്. 28 ആരോ? Any family member talks well of any other family members, I got completely put off, lost interest. അതായത് നമുക്ക് അതിനോടുള്ള താല്പര്യം, ആ ചർച്ചയോടുള്ള താല്പര്യം ഇല്ലാതാവും. വേറൊരാളെ കുറിച്ച് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ആ ഡിസ്കഷനോടൊരു ഇൻട്രസ്റ്റ് കുറയും. പുട്ട് ഓഫ് പറഞ്ഞാൽ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്. ഇല്ല അങ്ങനെ പ്രശ്നമില്ല. 29 I want everyone in the family to appreciate me, reassure me that I am on the right path. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ഫാമിലി അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുക അല്ലേ? അല്ല ഞാൻ റൈറ്റ് പാത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. റൈറ്റ് പാത്ത് അവിടെ പറയണ്ടല്ലോ. അപ്പൊ എന്താണ് മീനിങ്? എല്ലാവരും എന്നെ ഞാൻ ശരിയായ, മനസ്സിലായില്ല. എന്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് എല്ലാവരും പറയണതാണ് എനിക്ക് താല്പര്യം. ഇല്ല നെവർ. അപ്പൊ അതിലും 29 ഒരു മാർക്ക്. 30. ഇത് വേറെ ഏതോ ഒരു ഗോളത്തിലുള്ള മനുഷ്യനാട്ടോ. നിങ്ങൾക്ക് പഴം പറ്റി സബ്ജക്റ്റ് ആക്കി പ്രശ്നം പറ്റി. സബ്ജക്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചുള്ള സബ്ജക്റ്റിനെ ആക്കണമായിരുന്നു. അടുത്ത പ്രാവശ്യം അനീഫ്ഖാനോ വസീമിനെയോ ആക്കാം. അതെ, മെമ്മറി നല്ല മെമ്മറി ഉണ്ട് എനിക്ക്. ഓക്കെ, ഏതായാലും ഐ ഇൻസിസ്റ്റ് ഓൺ എവരിവൺ ടു ബി പെർഫെക്റ്റ്. എല്ലാരും പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇല്ല. നെവർ. അപ്പൊ ഒരു മാർക്ക്.
31. ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് കറക്റ്റ് മടുത്ത ആൾക്കാർ പറയട്ടെ. നിങ്ങളെ പിന്നീട് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, എന്തുകൊണ്ടായാലും ടിക്കറ്റ് തരും. I just cannot tolerate even a small deflection, deflection from me, perfection from perfection. അതായത് പെർഫെക്ഷൻ ചെറിയൊരു മാറ്റം പോലും ഞാൻ ടോളറേറ്റ് ചെയ്യൂല, അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്? No, അങ്ങനെ പ്രശ്നമില്ല. അങ്ങനെയല്ല, അപ്പൊ ഒരു മാർക്ക് കൊടുക്കാം. 32. I get easily put off when the child obeys other and not me. Put off എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു. ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. ഞാൻ ആകെ ഡെസ്പോം. വേറെ ആള് ഞാൻ എന്താ ഞാൻ പറഞ്ഞു കേൾക്കൂല, എളാപ്പയും മുത്താപ്പയും പറഞ്ഞു കേൾക്കും, എനിക്ക് ഭയങ്കര ടെൻഷൻ കേൾക്കും. യെസ്, അപ്പൊ ഡെസ്പാവും. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ടോ? എന്താണ്? അവസരം കൊടുക്കൂലല്ലേ? ഇല്ല, അവസരം കൊടുക്കൂല. നെവറാണോ? never. 33. If the child does not return from school on time, I get panicky. മക്കള് കൃത്യസമയത്ത് സ്കൂളിൽ വന്നില്ലെങ്കിൽ എനിക്ക് ചെറിയ പാനിക് വിട്ടുമില്ല, സ്കൂൾ എന്റെ കൂടെ വരുവാ. പിന്നീട് പാനിക് ആവുക എന്റെ കൂടെ വരൂ. അല്ല, പാനിക് ആവാതിരിക്കൂല, അത് ചില സമയം സ്കൂള് വിട്ടു കുട്ടിനെ കാണുന്നില്ല, പോരാ നോക്കുമ്പോ എന്ത് ചെയ്യും? ഒക്കേഷനിൽ കൊടുക്കാം നമുക്ക്. അഡ്ജസ്റ്റ്മെന്റ്. 34. താങ്ക് യു വെരി മച്ച്. അടുത്തോളൂ. അടുത്ത 34 വരുന്നത് I insist on accompanying my child to every place. He goes to despite his protest. അതായത് മക്കൾക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ പോണോടത്തൊക്കെ അവരെ നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞേ. മക്കൾക്ക് ഇഷ്ടമില്ലെങ്കിലും മക്കള് പ്രതിഷേധിച്ചാലും നമ്മൾ പോണ സ്ഥലത്തേക്കൊക്കെ അവരെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി, നമ്മളെ കൂടെ അവര് വരാൻ വേണ്ടി നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നു. ഇല്ല അങ്ങനെയില്ല, സമ്മർദ്ദമില്ല. മക്കള് പോണോടത്തൊക്കെ നമ്മള് ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് അതെ, അതാണ് കാലഘട്ടം. അപ്പൊ 35. എന്നാ ഇനി അനീഫ്ക വായിക്കി അടുത്ത്. ലാസ്റ്റ് ഘട്ടം. അനീഫ്ക. The moment the child leaves home, I start visualizing and imagining that some bad incident has occurred and get totally panicky. വീട്ടിൽ നിന്ന് കുട്ടികൾ പോയ അപ്പം തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടാകെ ടെൻഷൻ ആയിക്കണം. മഴ പെയ്യോ, ഇടി വെട്ടുവോ, വണ്ടി ഇടിട്ടുവോ, ടെൻഷൻ ഉണ്ടാവും. ഇല്ല, എനിക്കില്ല. ഇത് പോയി കിട്ടിയാൽ മതി ചിലപ്പോ. I insist that the child should ring me up when she or he reaches their destination and ring me back when they start to leave. മക്കൾ ഇവിടുന്ന് പോയാൽ എവിടേക്കാണോ പോകുന്നെങ്കിൽ അവിടെ എത്തി ഉടനെ എന്നെ വിളിക്കണം. ഇനി അവിടെ നിന്ന് വരുമ്പോഴും എന്നെ വിളിക്കണം. അതായത് എന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്ക് വാശിയാണ്. മക്കള് ഓഫീസിൽ പോകുകയാണെങ്കിൽ ഓഫീസിലെത്തിയിട്ട് വിളിക്കണം. ഇനി ഓഫീസിൽ വരികയാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരണം. എന്താണ് മറുപടി കിട്ടിയില്ല? ഉണ്ട് എനിക്കുണ്ട്. അത് ഞാനത് ഒക്കേഷനിൽ കൊടുക്കാം. ഇപ്പൊ 2 മാർക്ക്. ഇനി അടുത്ത് കഴിയാനായി. 37. I can never let my child go to the hostel. ഹോസ്റ്റലിലേക്ക് പറഞ്ഞേക്കൂല. അതെ, മക്കളെ പറഞ്ഞേക്കുമല്ലോ. ഞാൻ പറഞ്ഞേക്കും. 1 മാർക്ക്. എന്റെ മക്കൾ 2 ഹോസ്റ്റലിലാണ് ഉള്ളത്, അതുകൊണ്ട് എന്തായാലും പറഞ്ഞേ കൊടുത്തേ പറ്റൂ. When the child misses his food even a little, I get very worried. ഫുഡ് കുറച്ച് പോയാൽ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഫുഡ് കിട്ടാതിരിക്കുകയാണെങ്കിൽ
അല്ല, ഫുഡ് കഴിക്കാതിരിക്കാന്നല്ല ഉദ്ദേശിക്കുന്നത്? അതെ, കഴിക്കാതിരിക്കുക, അതോ വേസ്റ്റ് ആക്കാന്നാണോ? മിസ്സാകുക, കിട്ടാതിരിക്കുക. കിട്ടാതിരിക്കുക, ഓക്കെ. അങ്ങനെ കുട്ടിക്ക് ഭക്ഷണം കിട്ടാതിരിക്കില്ല, കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കലാണോ? ഒരല്പം പോലും കിട്ടാതിരുന്നാൽ, അതായത് ചോറ് കിട്ടി പക്ഷെ തേച്ച് വെള്ളം പള്ളർത്തിട്ടു. അങ്ങനെ ലഞ്ച് ബോക്സ് മറന്നാല് അങ്ങനൊക്കെ അല്ലേ? ഇല്ല ഇല്ല ഇല്ല. നെവർ. 39. I sometimes try to win the child by crying. കുട്ടിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ കരയുക പോലും ചെയ്യും. കുട്ടിയോട് നെവർ. കുട്ടികൾ വേണമെങ്കിൽ സ്നേഹിച്ചോട്ടെ. അടുത്ത വായിക്കും, വസീം വായിക്കും. എവിടെ വസീം പോയോ? 40. I keep telling the child how great I am, how grateful he should be towards me for all I have done. അതായത് ഞാൻ ചെയ്ത എല്ലാ കാര്യത്തിലും എന്നോട് എപ്പോഴും കടപ്പെട്ടവനായിരിക്കണം എന്ന് ഞാൻ എപ്പോഴും താല്പര്യപ്പെടുന്നു. അത് പറഞ്ഞുകൊണ്ടേക്കും. ഞാൻ ആരാ മോൻ എന്നും പറയാം ഇടക്കിടക്ക്. ഇല്ല പരിപാടിയേ ഇല്ല. നെവർ. ഇയാളിത് ഹോസ്റ്റലിൽ കൊണ്ടാക്കിട്ടേ ഒക്കെ നെവർ അടിക്കുക. 41 രണ്ടെണ്ണം കൂടെ. ഇതെല്ലാം നിങ്ങളുടെ വൈഫുമാരോടും ചോദിക്കണം കേട്ടോ. ഓക്കെ, ഈ ആൻസർ മൊത്തം മാറും. ആയിക്കോട്ടെ. 41. ആരെ വായിക്കാം? I insist on proper loving behavior on the part of the child for all I have done for them. അതായത് ഞാന് മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബേസിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലവിങ് ബിഹേവിയർ അവരെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല. ഞാൻ അവസാനത്തെ ക്വസ്റ്റ്യൻ. ആഗ്രഹമില്ല, ഇൻസിസ്റ്റ് ചെയ്യണം. ഇൻസിസ്റ്റ് ആണ്. ഇൻസിസ്റ്റ് പറഞ്ഞ നിർബന്ധ ബുദ്ധിയല്ലേ? ഞാൻ ചെയ്തു കൊടുത്തതിന് കറക്റ്റ് ആയിട്ട് അവരുടെ നിന്ന് ആ റെസ്പോൺസിബിൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതി തന്നെ ഇങ്ങോട്ട് കിട്ടണം എന്ന് വലിയ പ്രതീക്ഷിക്കാം. അതില്ല. ഇല്ല. ലാസ്റ്റ് ചാക്കോ സാർ വായിക്കും. മൂപ്പരെവിടെ? ചാക്കോ സാർ സമാപനം. Okay. Mic off ആയിരുന്നു. When I go to work or anywhere outside, my mind is always back home with the children, and I just cannot enjoy the shopping, etc. അതായത് എവിടെ പോയി കഴിഞ്ഞാലും എന്റെ ചിന്ത എന്റെ മക്കളെ കുറിച്ചും വീടിനെ കുറിച്ചൊക്കെ ആയിരിക്കും. എനിക്ക് ഷോപ്പിംഗ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിയില്ല. മാത്രം ചിന്തിക്കും അല്ലെ? ഫാമിലിയെ കുറിച്ച്, മക്കളെ കുറിച്ചുള്ള ചിന്ത കാരണം എനിക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ കഴിയില്ല, എന്ത് വർക്കും ചെയ്യാൻ കഴിയില്ല. നോ അങ്ങനെയില്ല. ഞാൻ ആവശ്യത്തിന് ചിന്തിക്കലേ ഉള്ളൂ. അവരെ കുറിച്ച് മാത്രം ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ല. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വസീം അക്കൗണ്ടന്റ്, പെട്ടെന്ന് നോക്കുക. ഞാൻ വായിക്കാം. വസീം അക്കൗണ്ടന്റ്. കുട്ടിക്കോളും. ഞാൻ 2, 3 മാത്രം വായിച്ച പോരെ, കൂടുതൽ ബാക്കി ഒന്നാ കൂടുതലുള്ളത്. എന്നാ വായിക്കാം. ഞാൻ പറയാ 2. ഫസ്റ്റ് ഒന്നല്ലേ? ഫസ്റ്റ് ഒന്നാണ്. അല്ല ഞാൻ കൂടുതൽ ഒന്നാണല്ലേ ഉള്ളത്. എക്സ്ട്രാ ഒന്നത് മാത്രം വായിച്ച പോരെ? അങ്ങനെ മതിയോ? അതാകുമ്പോ എളുപ്പാവൂലേ? അത് കുഴപ്പമില്ല. 1 നിങ്ങളൊന്ന് പ്ലസ് അടിക്ക വസീമേ. 1, 2, 1, 1, 3, 2, 1, 1 കൂട്ടുന്നുണ്ടോ? ആരാ കൂട്ടണേ? ആരും കൂട്ടുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ കൂട്ടാം. ഞാൻ കൂട്ടുന്നു. ബാക്കി പറഞ്ഞോ. ഇനി 12 8 കഴിയേ. 8 12 അല്ലേ? ഓക്കെ. അടുത്ത വായിക്കുന്നത് 9. 1, 3,
1 1 1 2 1 1 1 1 1 3. പിന്നെ അതിന്റെ കൂടെ 1 1 1 വീണ്ടും 1 1 പിന്നെ 2 പിന്നെ 1 1 1 1 1 1 പിന്നെ 2 പിന്നെ 2 അല്ലേ? 2 പിന്നെ 1 1 1 പിന്നെ 2 2 പിന്നെ 1 1 1 1 1 1 ടോട്ടൽ 42 വരും. 54 ആണ് സ്കോർ. 54 ആണോ? ഭയങ്കരം തന്നെ. അപ്പൊ അതിനെ 54 ആവുമ്പോ എങ്ങനെയാ വരിക നോക്കാം. ഈ ടേബിള് റോ സ്കോറും ഫാമിലി പാത്തോളജിയും കമ്പയർ ചെയ്താൽ മതി. 54 എന്ന് പറഞ്ഞാല് 42 അല്ലെങ്കിൽ ലോ ഫാമിലി പാത്തോളജി ഉള്ളത് അല്ലേ? യെസ്. അപ്പോ ലോ ഫാമിലി പാത്തോളജി വരും. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് റിസൾട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം. പേര് എഴുതാം, ഏജ്, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, മെയിൽ, എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഈ ടേബിൾ ഈ കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ. എന്നിട്ട് ഇപ്പോ 54 അല്ലേ കിട്ടിയത്? 54. അപ്പോ ആവറേജ് ഫാമിലി പാത്തോളജി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഡിസ്കഷനിൽ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇന്ന ക്ലയന്റ് ഇന്ന ആളായിരുന്നു, ഇങ്ങനെ ഇന്ന ടെസ്റ്റുകൾ നടത്തി, അതിനുശേഷം നമുക്ക് കിട്ടിയ മാർക്ക് ഇത്രയായിരുന്നു, അത് നമ്മൾ ആവറേജ് ഫാമിലി പാത്തോളജി ആയിട്ട് കണക്കാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ആവറേജ് ആണോ? ലോ അല്ലേ? ലോ അല്ലേ? ലോ ആണ്. സോറി ലോ ആണ്. ആവറേജ് അല്ല, ലോ ഫാമിലി പാത്തോളജി ആണ്. നോ ഫാമിലി പാത്തോളജി എന്ന് ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 54 ഉണ്ട്. 52 മുകളിൽ ഉണ്ടല്ലോ. 42 ഒക്കെ ആണെങ്കിൽ നമുക്ക് നോ എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ പറയാം. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഇംപ്രൂവ്മെന്റ്, ഫാമിലി റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ കൺക്ലൂഷനിൽ പറയാൻ പറ്റും. ഓക്കെ. നോ അല്ലല്ലോ, ലോ അല്ലേ? പിന്നെ പുസ്തകം, പിന്നെ മറ്റേ പുസ്തകം ഈ വിമല വീരരാഘവന്റെ പുസ്തകം റെഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് റെഫറൻസും കൊടുത്താൽ മതി. ക്ലിയർ. സെറ്റ് അല്ലേ? സെറ്റ് ആണ് പരിപാടി. ഫൈസൽ സാറൊന്നും വരാൻ പറയണ്ടായിരുന്നു, നിങ്ങൾ ക്ലാസ് എടുത്താൽ മതി. സമയമില്ല. അതെ, മൂപ്പര് ഒരു പീരീഡ് കഴിയുമ്പോഴേക്കും മൂപ്പരെ ഒരു ദിവസം മുടിയൊക്കെയാണ് നീച്ചിക്കും മൂപ്പരായി. ഇന്നൊരു വരവ് വന്നിന് അല്ലേ? ഇന്ന് 1:30 മണിക്ക് ഇങ്ങനെ ഒരു ബസ്സില് ഹൗലായിട്ട് മെല്ലെ വന്ന് ആടെ ഇരുന്ന് എല്ലാരും ഭക്ഷണം കഴിച്ചാ ഇല്ല, എന്നാ പിന്നെ നല്ല പോയിട്ട് ഭക്ഷണം കഴിച്ചു. ബുധനാഴ്ച കാലിക്കറ്റില് ഉച്ചയ്ക്ക് ശേഷം മൂപ്പറുള്ളത് പറഞ്ഞു. ഞാൻ പറയാൻ പറയാൻ നിൽക്കാം, ടോർച്ച് കഴിഞ്ഞ് പോയിക്കോളി. അതെ, രാത്രിയോ ഉച്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞു കഥ. അതെ. അവസാനത്തിന് ബസ്സിലുള്ള ഏതോ സ്ഥലത്തുണ്ട്, ബസ്സാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. ചാക്കോ സാർ എന്നോട് പറഞ്ഞ ഞാൻ വണ്ടി എടുത്ത് കൂട്ടാൻ പോവില്ലേ. അത് ശരി. അങ്ങനെയാണെങ്കിൽ മൂപ്പര് കൂട്ടി വന്നാ മതി എന്നല്ലേ? മതിയേനു. വണ്ടി ഒന്നുമില്ല മൂപ്പർക്ക്. ഇത്രയും വലിയ അക്കാഡമിക് കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് മൂപ്പർക്ക് വണ്ടി ഇല്ല. ഒരു പൈസ ഇന്ന് ഇവിടെ സൂമില്, നാളെ അജ്മീർ, മറ്റന്നാൾ ഡൽഹിയില്, പിന്നെ ഹൈദരാബാദില്. അതെ. ഇത് ലാളിത്യം ജീവിതമാ. അതെ. അപ്പൊ നമുക്ക് അതെ അവസാനിപ്പിക്കാം. ഉറങ്ങാൻ നേരായി. സന്തോഷം. നല്ല ക്ലിയർ ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ എഫോർട്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. സൂപ്പർ. നമുക്ക് നോട്ട്സ്, മറ്റേ പുസ്തകവും നമുക്ക് ചാപ്റ്റേഴ്സും നോക്കണം. അതേപോലെ തന്നെ PPT ഒക്കെ സെറ്റ് ആക്കിയിട്ട് പുസ്തകങ്ങൾ, തെറാപ്പി ഒക്കെ ടെസ്റ്റ് ചെയ്യണം. ശരി, ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും എല്ലാവരോടും. ഓക്കെ, താങ്ക് യു.